ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാവേ. അടിപൊളിയാട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്ന സാധനം. അടിപൊളിയാട്ടോ. ഹായ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റമേ, ഇന്നലെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോകൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴേ ഒരു വിഭവത്തിൻ്റെ വീഡിയോ കണ്ടു. കണ്ടപ്പോൾ മോള് പറഞ്ഞ് അച്ഛൻ ഇത് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. നമ്മൾ നാളെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. നാളെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. ഓക്കെ, ഉണ്ടാക്കിയേക്കാമെന്ന് പറഞ്ഞു. അത് ഈ മലബാറിലെ ഒരു ഡിഷാണ്, കായ്പോള എന്നാണ് പേര്. ഒരു സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പം നമ്മളിന്ന് ഒന്ന് ഉണ്ടാക്കാൻ നോക്കുവാണേ, എങ്ങനെ ഉണ്ടാവും എന്നറിയാമല്ലോ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അത് വീഡിയോയിലേക്ക് പോയല്ലോ, ബാ. ഇപ്പോൾ ഇന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 3 നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്, നല്ല പഴുത്താണ്. 2 കോഴിമുട്ട, വാനില എസൻസ് എടുത്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏലക്കപ്പൊടിയാണ് ചേർക്കാം. പിന്നെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പാലിനകത്ത് നമ്മൾ ഒരു 3 സ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചൊക്കെയുണ്ട്, അല്ലെങ്കിൽ പഞ്ചസാര ഒന്ന് അലുക്കാൻ താമസം വരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കിയാലോ. നെയ്യ് വെച്ച് കൊടുക്കാവേ. അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പിട്ടൊന്ന് വറുത്തെടുക്കാവേ. നമ്മുടെ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയായിരുന്നേ. ഇനിയിപ്പോൾ ഈ നെയ്യിലേക്ക് നമ്മൾ ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് അതൊന്നിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാവേ. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ ബാക്കി പഞ്ചസാര നമ്മൾ പാലിനകത്ത് ചേർക്കുന്നുണ്ട്. ഏത്തപ്പഴം നല്ലതായിട്ട് വാടിക്കിട്ടിട്ടുണ്ട്, റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഒന്ന് തണുക്കട്ടെ ഇരുന്നേ. നമുക്ക് ഈ പാത്രത്തിലേക്ക് 2 പൊട്ട പൊട്ടിച്ച് വയ്ക്കാവേ. വാനില എസൻസ് ചേർത്ത് കൊടുക്കാവേ. ഏലക്കപ്പൊടി ചേർക്കുന്നില്ല, വാനില എസൻസ്. അപ്പോൾ പിള്ളേർ കേക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടുമ്പോൾ നല്ലൊരു കഴിച്ചോളൂ, ഇഷ്ടമാണ് പിള്ളേർക്ക് അതൊക്കെ. നമുക്ക് കുറച്ച് പാൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാവേ. ഈ പാലിനകത്ത് നമ്മൾ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തേക്കുന്നതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പഞ്ചസാര ഇടാത്ത കേട്ടോ. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാവേ. നമ്മൾ നന്നായിട്ട് അടിച്ച് പതച്ചിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ ആറിനകത്തല്ല കേട്ടോ ഇട്ടത്, നമ്മൾ ഒന്നിച്ചിട്ടിട്ട് ബീറ്ററിന് അടിച്ച് പതപ്പിക്കുമായിരുന്നേ. അപ്പോൾ നമുക്കത് അടുത്തതേ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഈ ഏത്തപ്പഴം നമ്മൾ മിക്സ് ചെയ്തിട്ടില്ലേ നെയ്ക്കകത്ത്, അത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മളൊരു അപ്പച്ചമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ, അതിൻ്റെ അകത്ത് ഒരു ചെറിയ തട്ടം വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ഈ പ്ലേറ്റിനകത്ത് എണ്ണ തടവിട്ടുണ്ട്, എണ്ണ നെയ്യ് എന്തെങ്കിലും തടവിയാൽ മതി. അതിലേക്ക് നമുക്ക് ആ മിക്സ് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മളിത് ഇതുപോലെ ഇതിൻ്റെ അകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റ് ഇതിൻ്റെ അകത്ത് ഇറക്കി വെക്കാൻ പോവാണ്. നമ്മളിത് ഇറക്കി വെച്ചിട്ടുണ്ടേ, കൈയൊക്കെ ഒന്ന് പൊള്ളി ഇതിൻ്റെ അകത്ത് ഇറക്കി വെച്ചപ്പോൾ തിക്കി വെച്ചേക്കാം. ഓക്കെ. നമുക്കത് അപ്പച്ചൻ വന്ന് അടച്ചു വെച്ചേക്കാവേ. അടച്ചു വെച്ച് നല്ലൊരു ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോഴേ നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ അപ്പച്ചൻ ഒന്ന് തുറന്നു നോക്കാം. കണ്ടോ, റെഡി ആയിട്ടുണ്ടേ. നമുക്കിനി ഇതൊന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ട് തണുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ആവശ്യപ്പെട്ട ആൾ സ്കൂളിൽ നിന്ന് എത്തും. അപ്പം നമുക്കെന്നാൽ ഇത് തണുപ്പിച്ചിട്ട് മോളും കൂടെ വന്ന് കഴിയുമ്പോൾ മുറിക്കാവേ. അപ്പൊ നമ്മളുണ്ടാക്കിയ കായ്പോള 2 പേർക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാവേ. അടിപൊളിയാട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്ന സാധനം. അടിപൊളിയാട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.